Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ബീഫ് കൊണ്ടുള്ള കപ്പ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫാണ്. ഞാൻ എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കണം. ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ബീഫ് നന്നായിട്ട് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കണം. 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു വലിയ പാത്രത്തിൽ കപ്പ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു തവി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ബീഫും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം അതിനൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിനി കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പ വേവിക്കാൻ നേരത്തും ബീഫ് വേവിക്കാൻ നേരത്തും ഒക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മസാലയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഹീറ്റിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ ഇത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഒരു തടിത്തവി ഉപയോഗിച്ചാണ് ഈ കപ്പ ഒന്ന് ഉടച്ചെടുത്തത്. അപ്പോൾ ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ പീസസൊക്കെ അതിലുണ്ടാവണം. ആദ്യം കുറച്ച് കപ്പ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാനായിട്ട് ഇത് പാടായിരിക്കും. ഞാനിപ്പോൾ ഇത് മുഴുവൻ കപ്പയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സവാള അരിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.